അസ്സലാമു അലൈക്കും. അൽഫിയ ദർസ് 2 ബൈത്ത് 2. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസല്ലിയൻ അലർ റസൂലിൽ മുസ്തഫാ വആലിഹിൽ മുസ്തക്മിലീന ശുറഫാ. മുസല്ലിയൻ, ഞാൻ സ്വലാത്ത് ചൊല്ലുന്നവനായി, ഞാൻ സ്വലാത്ത് ചൊല്ലുന്നവനായ അവസ്ഥയിൽ, അലർ റസൂലി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ, അൽ മുസ്തഫ, തിരഞ്ഞെടുക്കപ്പെട്ട, അലർ റസൂലിൽ മുസ്തഫ, തിരഞ്ഞെടുക്കപ്പെട്ട റസൂലിന്റെ മേൽ, മുസല്ലിയൻ അലർ റസൂലിൽ മുസ്തഫ, തിരഞ്ഞെടുക്കപ്പെട്ട റസൂലിന്റെ മേൽ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നവനായ അവസ്ഥയിൽ, വ ആലിഹി, അവിടുത്തെ കുടുംബത്തിന്റെ മേലിലും, ഇനി ആ കുടുംബത്തിന്റെ സിഫത്താണ് പറയുന്നത്. അൽ മുസ്തക്മിലീന, സമ്പൂർണമാക്കിയ, വ ആലിഹിൽ മുസ്തക്മിലീന, അവിടുത്തെ സമ്പൂർണമാക്കിയ കുടുംബക്കാരുടെ മേലിലും ഞാൻ സ്വലാത്ത് ചൊല്ലുന്നവനായ അവസ്ഥയിൽ, അശ്ശുറഫാ, അശ്ശുറഫാ, ശ്രേഷ്ഠരുമായ, ആലി എന്നതിന് വേറൊരു സിഫത്തും കൂടി പറഞ്ഞു. വ ആലിഹിൽ മുസ്തക്മിലീന ശുറഫാ, അവിടുത്തെ സമ്പൂർണരായ, ശ്രേഷ്ഠരുമായ കുടുംബത്തിന്റെ മേലിലും. ഒന്നുകൂടി പറയാം. വ ആലിഹിൽ മുസ്തക്മിലീന ശുറഫാ. അശുറഫ എന്നതിനെ രണ്ടാമത്തെ സിഫത്തായിട്ടാണ് അർത്ഥം വെക്കുന്നത്. അവിടുത്തെ സമ്പൂർണരും ശ്രേഷ്ഠരുമായ കുടുംബക്കാരുടെ മേലിലും ഞാൻ സ്വലാത്ത് ചൊല്ലുന്നവനായ അവസ്ഥയിൽ, മുസല്ലിയൻ, ഹാലുൻ മിൻ ഫാഇലി അഹ്മദു, അഹ്മദു എന്നതിലെ ഫാഇലിൽ നിന്ന് ഹാലാണ്. അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലികി എന്നതിലെ അഹ്മദു
ഞാൻ സ്തുതിക്കുന്നു എന്നർത്ഥമുള്ള അഹ്മദു എന്നതിലെ ഞാൻ എന്ന് അർത്ഥമുള്ള ഫാഇലിൽ നിന്ന് ഹാലാണ് മുസല്ലിയൻ എന്നത്. അതിനാലാണ് മുസല്ലിയൻ എന്നതിന് ഞാൻ സ്വലാത്ത് ചൊല്ലുന്നവനായ അവസ്ഥയിൽ എന്ന് അർത്ഥം വെച്ചത്. വസ്വലാത്തു, സ്വലാത്ത് എന്നാൽ അർ-റഹ്മത്തു, കാരുണ്യമാണ്, ആദരവോടെയുള്ള കാരുണ്യമാണ്. വസ്വലാത്തു മിനല്ലാഹി, അല്ലാഹുവിൽ നിന്നുള്ള സ്വലാത്ത്, അല്ലാഹുവിൽ നിന്നുള്ള സ്വലാത്ത് അർ-റഹ്മത്തു, കാരുണ്യമാണ്, ആദരവോടെയുള്ള കാരുണ്യമാണ്. അല്ലാഹു തആല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ കുടുംബക്കാരെയും ആദരവോടുകൂടെ കരുണ കാണിക്കട്ടെ. അല്ലാഹു തആല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവിടുത്തെ സമ്പൂർണരും ശ്രേഷ്ഠരുമായ കുടുംബക്കാരോടും ആദരവോടെ കാരുണ്യം കാണിക്കട്ടെ. വമിനൽ മലായികത്തി, മലക്കുകളിൽ നിന്നുള്ള സ്വലാത്ത്, അൽ ഇസ്തിഗ്ഫാറു, പൊറുക്കലിനെ തേടലാണ്. മലക്കുകൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ കുടുംബക്കാർക്കും പൊറുക്കലിനെ തേടലാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കു വേണ്ടി മലക്കുകൾ പൊറുക്കലിനെ തേടേണ്ടതുണ്ടോ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ പല സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും അവിടുന്ന് ഒരു തെറ്റും തീരെ ഉണ്ടാവാനേ പാടില്ലല്ലോ, ഉണ്ടായിട്ടേ ഇല്ല. എന്നാലും മലക്കുകൾ പൊറുക്കലിനെ തേടുന്നത് അവിടുത്തെ ദറജ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഓരോ ദിവസവും 100 പ്രാവശ്യം പൊറുക്കലിനെ തേടാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ ഉണ്ടല്ലോ. അത് തെറ്റ് ചെയ്തതിന്റെ പേരിലല്ലല്ലോ, അവിടുത്തെ ദറജ വർദ്ധിക്കാൻ അത് കാരണമായി. അതുപോലെ തന്നെ മലക്കുകൾ പൊറുക്കലിനെ തേടേണ്ട ആവശ്യമില്ല. ആ പൊറുക്കലിനെ തേടൽ കാരണത്താൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദറജ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാർക്ക് വേണ്ടിയും മലക്കുകൾ പൊറുക്കലിനെ തേടുന്നുണ്ട്. വമിനൽ മുഅ്മിനീന, സത്യവിശ്വാസികളിൽ നിന്നുള്ള സ്വലാത്ത്, സത്യവിശ്വാസികളിൽ നിന്നും സത്യവിശ്വാസിനികളിൽ നിന്നുമുള്ള സ്വലാത്ത്. തളർറുൻ, വിനയത്തോടെ ചോദിക്കലാണ്. വദുആഉൻ, പ്രാർത്ഥിക്കലുമാണ്. തളർറഅ എന്നതിൻ്റെ മസ്ദറാണ് തളർറുൻ എന്നത്. അലർ റസൂലി,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ. ഇനി റസൂൽ ആരാണ് എന്ന് വിശദീകരിക്കുന്നു. അർ-റസൂലു, റസൂൽ എന്നാൽ മൻ, ഒരു വ്യക്തിയാണ്, ബഅസ, അയച്ചു, നിയോഗിച്ചു, ഹു, അവിടുത്തെ, അവിടുത്തെ അയച്ചു, ആ വ്യക്തിയെ അയച്ചു. ഹു എന്ന ളമീർ മടങ്ങുന്നത് മൻ എന്ന മൗസൂലിലേക്കാണ്. അല്ലാഹു, അല്ലാഹു. മൻ ബഅസഹുല്ലാഹു, അല്ലാഹു നിയോഗിച്ച വ്യക്തിയാണ്. ബഅസ എന്നതിന് നിശ്ചയിച്ച് അയച്ചു എന്നും ചുമതലപ്പെടുത്തി വിട്ടു എന്നും അർത്ഥമുണ്ട്. മൻ ബഅസഹുല്ലാഹു, അല്ലാഹു നിയോഗിച്ച വ്യക്തിയാണ്, അല്ലാഹു പറഞ്ഞയച്ച വ്യക്തിയാണ്, അല്ലാഹു നിശ്ചയിച്ച് അയച്ച വ്യക്തിയാണ്, അല്ലാഹു ചുമതലപ്പെടുത്തി വിട്ട വ്യക്തിയാണ്. ബിശരീഅത്തിൻ, നിയമസംഹിതയുമായി, നിയമവുമായി, മുജദ്ദദത്തിൻ, പുതുക്കപ്പെട്ട, മുജദ്ദദത്തിൻ നവീകരിക്കപ്പെട്ട, നൂതനമാക്കപ്പെട്ട, ജദ്ദദ യുജദ്ദിദു തജ്ദീദൻ. ജദ്ദദ എന്നതിൻ്റെ ഇസ്മു മഫ്ഊൽ മുജദ്ദദുൻ എന്നാണ്. മുജദ്ദദുൻ എന്നതിൻ്റെ മുഅന്നസാണ് മുജദ്ദദത്തുൻ എന്നത്. ഇവിടെ മജ്റൂർ ആയതുകൊണ്ട് മുജദ്ദദത്തിൻ എന്ന് വായിച്ചു. ജദ്ദദ, അവൻ നവീകരിച്ചു, അവൻ നൂതനമാക്കി, അവൻ പുതുക്കി. അതനുസരിച്ച് മുജദ്ദദത്തിൻ, നവീകരിക്കപ്പെട്ട, നൂതനമാക്കപ്പെട്ട, പുതുക്കപ്പെട്ട, ബിശരീഅത്തിൻ മുജദ്ദദത്തിൻ, പുതുക്കപ്പെട്ട നിയമസംഹിതയുമായി, യദുഉ, അവിടുന്ന് ക്ഷണിക്കുന്നു, അവിടുന്ന് വിളിക്കുന്നു, അന്നാസ, ജനങ്ങളെ, ഇലൈഹ, അതിലേക്ക്, ആ നിയമസംഹിതയിലേക്ക്. മനിർ റസൂലു, റസൂൽ ആരാണ്? അർ റസൂലു മൻ ബഅസഹുല്ലാഹു ബിശരീഅത്തിൻ മുജദ്ദദത്തിൻ യദ്ഉ നാസ ഇലൈഹാ. അൽ മുസ്തഫ, തിരഞ്ഞെടുക്കപ്പെട്ട, മുഫ്തഅലുൻ, മുഫ്തഅലാണ്, മുഫ്തഅൽ വസ്നാണ്. മുസ്തഫ എന്നത് മുഫ്തഅൽ വസ്നാണ്. മിനസ് സ്വഫുവി, സ്വഫുവ് എന്നതിൽ നിന്നുള്ള, സ്വഫുവ് എന്നതിൽ നിന്നുള്ള മുഫ്തഅൽ വസ്നാണ് മുസ്തഫ എന്നത്. അപ്പോൾ ഒരു സംശയം ഉണ്ടാകും, മുസ്തഫഉൻ എന്ന് പറയണ്ടേ? അങ്ങനെ ഇപ്പോൾ പറയില്ല. പിന്നെ വേറൊരു സംശയം, മുസ് എന്ന് കഴിഞ്ഞിട്ട് താ അല്ലേ വേണ്ടത്? ഇവിടെ ത്വ ആണല്ലോ. അതിന്റെ മറുപടി
താ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പിന്നെ അതിനെ തോ ആക്കിയതാണ്. ഖുലിബത് താഉൽ ഇഫ്തിആലി ത്വാഅൻ, ഇഫ്തിആലിലെ താ ത്വാ ആയി മറിക്കപ്പെട്ടു. മുഫ്തഅലുൻ വസ്നിൽ ഉള്ളതാണ് മുസ്തഫ എന്ന് പറഞ്ഞു. അപ്പോൾ മുസ്തഫ എന്നല്ലേ വേണ്ടത്, മുസ്തഫ എന്നല്ലല്ലോ എന്നാണല്ലോ സംശയം. അതിന്റെ മറുപടിയാണ് പറഞ്ഞത് ഖുലിബത് താഉൽ ഇഫ്തിആലി ത്വാഅൻ, ഇഫ്തിആലിലെ താ ത്വാ ആയി മറിക്കപ്പെട്ടു. ലിവുഖൂഇഹ, അത് സംഭവിച്ചതുകൊണ്ട്, ബഅദ ഹർഫിൽ ഇത്ബാഖി, ഇത്ബാഖിന്റെ ഹർഫിന് ശേഷം, വഹുവ അത്, ഇത്ബാഖിന്റെ ഹർഫ് അസ്വാദു സ്വാദാണ്, സ്വാദിന്റെ ശേഷം താ സംഭവിച്ചപ്പോൾ ആ താ ത്വാ ആയി മറിക്കപ്പെട്ടു. അങ്ങനെയാണ് മുസ്തഫ എന്നായത്. സ്വഫുവ് എന്നതിൻ്റെ അർത്ഥങ്ങൾ എന്തെല്ലാമാണ്? ആ പദം നന്നായി മനസ്സിലാക്കണം. വഹുവ, ഇത്, ഏത്? സ്വഫുവ് എന്ന പദം അൽ ഖാലിസു, ഖാലിസു എന്നാണ്. അപ്പൊ സ്വഫുവ് എന്നതിന്റെ വിശദീകരണമാണ് ഖാലിസു. അൽ ഖാലിസു എന്നതിന്റെ അർത്ഥം എന്താണ്? അൽ ഖാലിസു, കലർപ്പില്ലാത്തത്. ഖാലിസുൻ എന്നതിന് ശുദ്ധ, കലർപ്പില്ലാത്ത, കലർപ്പില്ലാത്തത്, തനി, തനിയായ എന്നീ അർത്ഥങ്ങളുണ്ട്. ഖാലിസുൻ എന്നതിൻ്റെ അതേ അർത്ഥത്തിൽ സ്വാഫിൻ എന്നല്ലേ ഉപയോഗിക്കേണ്ടത് എന്ന സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഖാലിസുൻ എന്നതിൻ്റെ അർത്ഥത്തിൽ സ്വാഫിൻ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. സ്വാഫിൻ എന്നതിനും ഖാലിസുൻ എന്നതിനും കലർപ്പില്ലാത്ത, തനിയായ, നിർമ്മലം എന്നീ അർത്ഥങ്ങളുണ്ട്. സ്വഫുവുൻ എന്നതിനും സ്വഫാഉൻ എന്നതിനും കൃത്യമായി അർത്ഥം പറയുകയാണെങ്കിൽ ശുദ്ധത, കലർപ്പില്ലായ്മ, തനിമ എന്നീ അർത്ഥങ്ങളാണ്. തെളിമ എന്ന അർത്ഥത്തിലും നിർമ്മലത എന്ന അർത്ഥത്തിലും സ്വഫുൻ എന്നും സ്വഫാഉൻ എന്നും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സ്വഫുൻ എന്നതിൻ്റെയും ഖാലിസുൻ എന്നതിൻ്റെയും അർത്ഥങ്ങളിൽ ചെറിയ മാറ്റങ്ങളില്ലേ? ചെറിയ മാറ്റങ്ങളുണ്ട്. സ്വഫുൻ എന്നതിൻ്റെയും സ്വഫാഉൻ എന്നതിൻ്റെയും അർത്ഥങ്ങൾ തനിമ, ശുദ്ധത, കലർപ്പില്ലായ്മ. ഖാലിസുൻ എന്നതിൻ്റെയും സ്വാഫിൻ എന്നതിൻ്റെയും അർത്ഥങ്ങൾ തനിയായ, ശുദ്ധമായ, കലർപ്പില്ലാത്ത, കലർപ്പില്ലാത്തത് എന്നിവയാണ്. തനിമ, ശുദ്ധത, കലർപ്പില്ലായ്മ തുടങ്ങിയ അർത്ഥങ്ങളുള്ള സ്വഫുവ് എന്നതിൽ നിന്നുള്ള മുഫ്തഅൽ വസ്നാണ് മുസ്തഫ എന്നത്. വഹുവ, അവിടുന്ന്,
മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വ ആലിഹി, അവിടുത്തെ കുടുംബത്തിന്റെ മേലിലും. അത്ഫുൻ അലർ റസൂലി, അലർ റസൂലി എന്നതിന്റെ മേൽ അത്ഫാണ്. വഹും, അവർ, അവർ എന്ന് പറഞ്ഞാൽ ആല്, ബനു ഹാഷിമിൻ, ഹാഷിം സന്തതികളാണ്. വ ബനു മുത്തലിബിൻ, മുത്തലിബ് സന്തതികളുമാണ്. ഹാഷിം എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉപ്പാപ്പയുടെ പേരാണ്. മുത്തലിബ് എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഉപ്പാപ്പയുടെ പേരാണ്. ഹാഷിം സന്തതികൾക്കും മുത്തലിബ് സന്തതികൾക്കും ആല് എന്ന് പറയുന്നു. അൽ മുസ്തക്മിലീന, സമ്പൂർണമാക്കിയവരായ, പൂർത്തിയാക്കിയവരായ കുടുംബക്കാർ. ആ കുടുംബക്കാരുടെ വിശേഷണം അൽ മുസ്തക്മിലീന, പൂർത്തിയാക്കിയവരായ. ഐ കുല്ല ശറഫി വൽ മജ്ദി, ഐ അതായത് കുല്ല ശറഫി, എല്ലാ ശ്രേഷ്ഠതയെയും, എല്ലാ മഹത്വത്തെയും, എല്ലാ അന്തസ്സിനെയും, എല്ലാ ഉത്കൃഷ്ടതയെയും, എല്ലാ ബഹുമാന്യതയെയും. വൽ മജ്ദി, എല്ലാ ശ്രേയസ്സിനെയും, എല്ലാ യശസ്സിനെയും, എല്ലാ പ്രൗഢിയെയും, എല്ലാ പ്രതാപത്തെയും. അൽ മുസ്തക്മിലീന കുല്ല ശറഫി വൽ മജ്ദി, എല്ലാ ശ്രേഷ്ഠതയെയും യശസ്സിനെയും പൂർത്തിയാക്കിയവരായ. അശ്ശുറഫാ, ശ്രേഷ്ഠരുമായ, ഉത്കൃഷ്ടരുമായ, ആദരണീയരുമായ. ഷരീഫുൻ എന്നതിൻ്റെ ജംആണ് ശുറഫാഉ എന്നത്. ഇവിടെ അശ്ശുറഫാഇ എന്നാണ് ഉണ്ടായിരുന്നത്. അശ്ശുറഫാഇ എന്നത് സിഫത്തുൻ ബഅദ സിഫത്തിൻ. ആലി എന്നതിൻ്റെ ഒരു സിഫത്താണ് അൽ മുസ്തക്മിലീന എന്നത്. അതിന് ശേഷമുള്ള സിഫത്താണ് അശ്ശുറഫാഇ എന്നത്. ഇവിടെ അശ്ശുറഫാഇ എന്ന് വഖഫ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അശ്ശുറഫാ എന്ന് നീട്ടിയിട്ട് നിർത്തുകയാണ്. ജംഉ ഷരീഫിൻ, ഷരീഫ് എന്നതിൻ്റെ ബഹുവചനമാണ്. സിഫത്തുൻ ബഅദ സിഫത്തിൻ, നാമവിശേഷണത്തിന് ശേഷമുള്ള നാമവിശേഷണമാണ്. ഇനി ഇങ്ങനൊരു അഭിപ്രായമുണ്ട്. അൽ മുസ്തക്മിലീന എന്ന് കഴിഞ്ഞിട്ട് അശ്ശറഫ എന്നാണ് ഉള്ളത് എന്ന്. അപ്പോൾ അൽ മുസ്തക്മിലീന സമ്പൂർണമാക്കിയ, അശ്ശറഫ മഹത്വത്തെ. ഇങ്ങനെ പറയുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. അൽ മുസ്തക്മിലീന സമ്പൂർണമാക്കിയ കുടുംബം. എന്തിനെ?
അതിന്റെ മഫ്ഊല് അൽ മുസ്തക്മിലിന എന്നതിന്റെ മഫ്ഊല് അശ്ശറഫ, മഹത്വത്തെ. അശ്ശറഫ എന്ന് വായിക്കുമ്പോൾ അൽ മുസ്തക്മിലിന എന്നതിന്റെ മഫ്ഊലാണ് അശ്ശറഫ എന്നത്. വഹുവ മഫ്ഊലുൻ ലിമുസ്തക്മിലിന. അൽ മുസ്തക്മിലിന എന്നതിനുള്ള മഫ്ഊലാണ് അശ്ശറഫ എന്നത്. അശ്ശുറഫ എന്ന് വായിക്കുമ്പോൾ അശ്ശുറഫാഇ എന്നാണ് ഉള്ളത്. അപ്പോൾ അശ്ശുറഫാഇ എന്നത് സിഫത്തുൻ ബഅദ സിഫത്തിൻ. അൽ മുസ്തക്മിലീന ശറഫ എന്ന് വായിക്കുമ്പോൾ അൽ മുസ്തക്മിലീന എന്നതിന്റെ മഫ്ഊലാണ് അശ്ശറഫ എന്നത്. പിന്നെ അവിടെ നീട്ടിയിട്ട് പറയുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ അശ്ശറഫ എന്ന് വായിക്കുമ്പോൾ നീട്ടാനില്ല. എന്നാൽ ബൈത്ത് ആയതുകൊണ്ട് അശ്ശറഫ എന്ന് നീട്ടി പറയുകയാണ്. രണ്ട് രൂപം പറഞ്ഞു, നന്നായി മനസ്സിലാക്കണം. സംശയമുള്ളവര് ഇനിയും ചോദിക്കണം. തർക്കീബ് നന്നായി മനസ്സിലാക്കണം. മുസല്ലിയൻ ഹാലുൻ മിൻ ഫാഇലി അഹ്മദു അലർ റസൂലി ജാറുൻ വ മജ്റൂറുൻ മുതഅല്ലിഖുൻ ബി മുസല്ലിയൻ. മുസല്ലിയൻ എന്നതിനോട് ബന്ധിച്ചതാണ് അലർ റസൂലി എന്നത്. അൽ മുസ്തഫ നഅത്തുൻ ലിർ റസൂലി. അർ റസൂലി എന്നതിന്റെ നാമവിശേഷണമാണ് അൽ മുസ്തഫ എന്നത്. വ ആലിഹി ആതുഫുൻ അലർ റസൂലി. അൽ മുസ്തക്മിലീന സിഫത്തുൻ. അൽ മുസ്തക്മിലീന നഅത്തുൻ ലി ആലിഹി. ആലിഹി എന്നതിനുള്ള നഅത്താണ്. സിഫത്തുൻ ലി ആലിഹി. അശ്ശുറഫാ അശ്ശുറഫാഇ സിഫത്തുൻ ബഅദ സിഫത്തിൻ. അല്ലെങ്കിൽ അൽ മുസ്തക്മിലീന ശറഫ. അൽ മുസ്തക്മിലീന ശറഫ എന്ന് വായിക്കുമ്പോൾ അശ്ശറഫ എന്നത് അൽ മുസ്തക്മിലീന എന്നതിന്റെ മഫ്ഊല്. ഓരോ ലഫ്ളിന്റെ അർത്ഥവും ഈ ബൈത്തിലെ ആശയവും ഓരോ ലഫ്ളിന്റെയും വിശദീകരണവും ഓരോന്നിന്റെയും തർക്കീബും കൃത്യമായി മനസ്സിലാക്കണം. ആർക്കെങ്കിലും വല്ല സംശയമുണ്ടെങ്കിൽ ചോദിക്കണം. എല്ലാ സംശയങ്ങളും തീർക്കണം. നന്നായി പഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമ്മുടെ ദർസ് സ്വീകരിക്കട്ടെ. നമുക്ക് വലിയ പ്രതിഫലം തരട്ടെ. അല്ലാഹു തആല നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.